നിങ്ങൾ അറിഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് കാട്ടാക്കടയിൽ നിന്ന് നമുക്കൊരു ട്രിപ്പ് കൃത്യം 4:30 വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ വണ്ടി കൊടുക്കും. പക്ഷെ നമ്മളെത്തിയപ്പോഴേക്കും ഇവിടുത്തെ അടുക്കളയിൽ ഇഡലിയും സാമ്പാറും ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ഈ പള്ളിയിലെ ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ഇന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. 4:30 എത്തിയ നമ്മുടെ വണ്ടിയിൽ 6:30 ആൾക്കാരെല്ലാം കയറി. അങ്ങനെ ഇവിടുത്തെ വൈബ് മനുഷ്യരെയും കയറ്റി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ദുർഘടകരമായ പാതകൾ പിന്നിട്ട് വേണം നമുക്ക് ഓരോ സ്ഥലത്തേക്കും പോകാനെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിചരമിച്ച പാതകളെല്ലാം പിന്നിട്ട് തമിഴ്നാടിന് എഴുതി കാണിച്ചപ്പോഴേ നമ്മൾ ആദ്യം കണ്ട ഒരു പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പമ്പിൽ ടോയ്ലറ്റ് സൗകര്യം ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഡീസലിന് വില കുറവായി. കൃത്യം 6000 രൂപയ്ക്ക് നമ്മൾ ഇന്ന് വണ്ടിയിലെ ഡീസൽ അടിച്ചു. അങ്ങനെ ചെറുക്കിന് ഡീസലൊക്കെ അടിച്ച് വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ടപ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്. കാണാൻ നല്ല അഴകുണ്ടായിരുന്ന ബോസ്കോയുടെ സഡോ. പിന്നെ കുറച്ച് നേരത്തേക്ക് ബോസ്കോയുടെ ക്രൂ മെമ്പേഴ്സ് എടുത്ത് കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്താൽ തൃപ്പരപ്പ് എത്തുള്ളൂ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഇത്തിരി കുറവാണെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ട് തന്നെ. തമിഴ്നാട്ടിലെ റോഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തൃപ്പരപ്പ് എത്തിയപ്പോഴേക്കും ക്രിസ്റ്റഫർ സാർ ഇഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ തൃപ്പരപ്പ് എത്തിയപ്പോൾ തന്നെ ചാടി ഇറങ്ങി അവിടുത്തെ സ്ഥലം കാണാനാണ് ആദ്യം പോയത്. നമ്മുടെ നന്ദുവിന്റെ 34 സീറ്റ് വണ്ടിയും കൊണ്ടാണ് ക്രിസ്റ്റഫർ സാർ ഇവിടെ വന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ തൃപ്പരപ്പെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇഡലിയും സാമ്പാറും കഴിക്കാൻ തുടങ്ങി. കൂടെ നമ്മളും കഴിച്ചു. അങ്ങനെ ഇഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു തമിഴ്നാട്ടിലെ വണ്ടിയും കൊണ്ടുവന്ന അപ്പൂപ്പനെ പരിചയപ്പെട്ടത്. ക്രിസ്റ്റഫർ സാറും തമിഴ്നാട്ടിലെ അപ്പൂപ്പനും ഒരേ വൈബായിരുന്നത് കൊണ്ട് സംസാരിച്ച് സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ വണ്ടിയിൽ കയറിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്മനാഭപുരം പാലസ് ഇന്ന് അവധിയായതുകൊണ്ട് പകരം ഏത് സ്ഥലം കൊടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്റ്റഫർ സാർ വിളിച്ചിട്ട് നേരെ വരാൻ പറഞ്ഞു. മുട്ടിടിച്ചാമ്പാറയ്ക്ക് 100 മീറ്റർ പിന്നിലുള്ള ഉദയഗിരി ഫോർട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വണ്ടിക്കകത്ത് ചൂടായിരുന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് അപ്പൂപ്പന്മാരുടെ കൂടെ പോയിരുന്ന ക്രിസ്റ്റഫർ സാറിന്റെ തള്ളും കേട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് വട്ടക്കോട്ടയിലേക്ക്. തമിഴ്നാട്ടിലെ റോഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റോഡ് പണി നടക്കുന്ന കാര്യം ഞാൻ കണ്ടത്. ഇവിടുത്തെ റോഡ് പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് പോകാം. അപ്പോഴേക്കും നമ്മുടെ ബാപ്പു സാർ ഇവിടെ ക്യാബിനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നല്ല കൊടും വെയിലടിക്കുന്ന ഈ സമയത്ത് ചൂടും കൊണ്ടുണ്ട് ഇവ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നതെന്ന് ആലോചിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കും. നമ്മളങ്ങനെ തമിഴ്നാട്ടിലെ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് നേരെ വട്ടക്കോട്ടയിലെത്തി. കേരള വണ്ടികൾ കൊണ്ട് മാത്രം ഇവിടെ നല്ല തിരക്കായിരുന്നു. നമ്മുടെ വണ്ടിയിലൊന്നും ആൾക്കാരെല്ലാം വെളിയിറങ്ങിയപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനം എങ്ങനെയൊക്കെ റിവേഴ്സ് എടുത്തൊരു മതിലിന്റെ അടുത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും വൈൽഡിന്റെ സ്വന്തമായിട്ടുള്ള ജിത്ത് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. പിന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരുടെ കൂടെ ആയിരുന്നു വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ചിട്ടായിരുന്നു ബാക്കിയുള്ള യാത്ര. അപ്പോൾ ബാക്കി നാളെ കാണാവേ.